ഹലോ ഗായ്സ്, വെൽക്കം ടു കോപ്പറേറ്റീവ് സ്റ്റഡി ബഡി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ബാങ്ക് ക്ലർക്കിൻ്റെ സിലബസാണ്. എക്സാം ഒക്ടോബർ 2024 അപ്പോൾ കേരള ബാങ്കിൻ്റെ ക്ലർക്കിൻ്റെ ഒഫീഷ്യൽ സിലബസാണിത്. നമുക്കറിയാം 100 മാർക്കിനാണ് എക്സാം. ഇതിൽ 3 പാർട്ടായിട്ടാണ്. ഒന്ന് കോർപ്പറേഷൻ 50 മാർക്കിനും, പിന്നെ ബാങ്കിങ് 40 മാർക്കിനും, പിന്നെ 10 മാർക്ക് IT സൈബർ ലോ. ഈ കഴിഞ്ഞ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എഴുതിയവർക്ക് അറിയായിരിക്കും, ഏകദേശം ഇതേ പാറ്റേൺ തന്നെയാണ് പറഞ്ഞിരുന്നത്. എക്സാമിന് ഡിഫിക്കൽറ്റി കുറവായിരിക്കാം, കാരണം ഇത് ക്ലർക്കല്ലേ. അപ്പോൾ പക്ഷേ കോർപ്പറേഷൻ തുടങ്ങിയ സബ്ജക്റ്റ് ഓരോ സെക്ഷനിൽ നിന്നും നമുക്ക് എത്ര മാർക്കിന് ചോദ്യം വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കൂ, കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റംസ്. കോർപ്പറേഷൻ എന്നത് അതർ എക്കണോമിക് സിസ്റ്റംസ്. അതിൽ ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, കോപ്പറേറ്റീവ്സ് ആൻഡ് അതർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ്. അതിൻ്റെ ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ്, വൈസ് വേഴ്സ, പാർട്ട്ണർഷിപ്പ് ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് ആണ് കേട്ടോ. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, എ കോപ്പറേറ്റീവ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എൻ എൻ്റർപ്രൈസ്, കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതാണ് 5 മാർക്കിന് ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കണം. കാരണം ഇപ്പോൾ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം 40% ക്വസ്റ്റ്യൻസും നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിച്ചാലേ നമുക്ക് എക്സാം എഴുതാൻ പറ്റൂ, അല്ലെങ്കിൽ ഓപ്ഷൻസ് നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ഇനി എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ, റോസ്റ്റേഡ് പയനിയേഴ്സിൻ്റെ സ്റ്റേജ് 1, പിന്നെ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ICA സ്റ്റേജ് 2, പിന്നെ കാർവേ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ സ്റ്റേജ് 3, പ്രിൻസിപ്പിൾസ് ഓഫ് ICA 1995 അത് സ്റ്റേജ് 4. അതിൻ്റെ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കോപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഇതിൽ 5 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ എഴുതിയപ്പോഴും അറിയാമായിരിക്കും, നമുക്ക് ഇതിനകത്ത് ഏതൊക്കെയാണ് വന്നിട്ടുള്ളതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇൻഡെപ്തായിട്ട് പഠിക്കുക. പിന്നെ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള. ഇന്ത്യക്കകത്തുള്ള കേരളത്തിനകത്തുള്ളതുമായ കോപ്പറേറ്റീവിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ട് ടേം, മീഡിയം ടൈപ്പ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്, അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ. പിന്നെ ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ, അത് PCRDB, SCRDB, അതായത് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റേത്. അതിനെക്കുറിച്ച് പിന്നെ ജനറൽ പർപ്പസും സ്പെഷ്യൽ പർപ്പസ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റികൾ, അവരുടെ ഫെഡറേഷൻ ഇൻക്ലൂഡിങ് നാഫെഡ്, മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, ഫെഡറേഷൻസിനൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, അതിൻ്റെ ഫെഡറേഷനുകൾ, ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റികളും അതിൻ്റെ ഫെഡറേഷനുകളും, ഫിഷറി കോപ്പറേറ്റീവ്സും അതിൻ്റെ ഫെഡറേഷൻസും, പിന്നെ പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ്സും നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ചോദിക്കുന്നുണ്ട്. ഹൗസിംഗ് കോപ്പറേറ്റീവ്സും അതിൻ്റെ ഫെഡറേഷൻ ചോദിക്കുന്നുണ്ട്. കൺസ്യൂമർ കോപ്പറേറ്റീവ്സും അതിൻ്റെ ഫെഡറേഷനും, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സും അതിൻ്റെ ഫെഡറേഷനും, ഹാൻഡ്ലൂം, പവർലൂം, കൊയർ, ഹാൻഡിക്രാഫ്റ്റ്, പിന്നെ വർക്കേഴ്സ് കോപ്പറേറ്റീവ്സ്, സിഗ്നിഫിക്കൻസ് ഓഫ് വർക്കേഴ്സ് കോപ്പറേറ്റീവ്സ് ഇന്ത്യ. ഇതെല്ലാം കൂടെ 7 മാർക്കിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ രണ്ടും 5 മാർക്കും 5 മാർക്കും ആയിരുന്നു. പിന്നെ മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എയ്ഡ് ഓഫ് കോപ്പറേറ്റീവ്സ്. അതിൽ നാഫെഡ്, ഇഫ്കോ, ക്രിപ്കോ, നബാർഡ്, NDDB, NCDC, നാഷണൽ ഹൗസിംഗ് ബാങ്ക്, അതർ നാഷണൽ ഓർഗനൈസേഷൻസ് പ്രൊവൈഡിങ് അസിസ്റ്റൻസ് ടു ഹൗസിംഗ് കോപ്പറേറ്റീവ്. ഇതിൽ പണ്ടൊക്കെ നമ്മൾ ഇത് ഓരോ സ്ഥാപനങ്ങളും ആരംഭിച്ച വർഷം മാത്രമൊക്കെ ആയിരിക്കും പണ്ട് പഠിച്ചുകൊണ്ട് പോകുക, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം ഇതൊക്കെ. ഇപ്പോൾ എന്ന് വെച്ചാൽ അവർ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഡെപ്തായിട്ട് പഠിക്കേണ്ടി വരും. എക്സാമിന് ഇപ്പോൾ അങ്ങനെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അത് നോക്കുക. പിന്നെ കോപ്പറേറ്റീവ് ഓഡിറ്റിനെ കുറിച്ച് പഠിക്കണം. ഡെഫിനിഷൻ, ഒബ്ജക്റ്റീവ്സ്, സ്കോപ്പ്, അഡ്വാൻറ്റേജ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്, the special feature of cooperative audit, administrative setup for cooperative audit, type of audit, mechanical audit, preparation for audit and framing of audit program, staged of practical audit, mechanical audit, administrative audit, preparation of final statement, reconciliation of bank accounts. Cooperative audit
ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ്, ലയബിലിറ്റീസ്, ഓഡിറ്റ് റിപ്പോർട്ട്, ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ, ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കൂടെ 6 മാർക്കിനാണ് ചോദിക്കാൻ പോകുന്നത്. പിന്നെ ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ്, മാനേജിംഗ് സോഷ്യൽ പ്രോസസ് ഇൻ കോപ്പറേറ്റീവ് കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ് ആൻഡ് കോപ്പറേഷൻ, അസോസിയേറ്റ് ക്യാരക്ടർ ഓഫ് കോപ്പറേറ്റീവ് ആൻഡ് മാനേജിംഗ് എ കോപ്പറേറ്റീവ് അസോസിയേഷൻ, issues in organizing a cooperative, size of organization, small area versus large area, single purpose versus multi-purpose cooperatives, multi-purpose versus multifunctional cooperatives, unitary versus federal cooperatives, designer versus greenhouse cooperatives, issues in financing a cooperative, valuation a cooperative organization, member dimension, enterprise dimension, ethical dimension. ഇതൊക്കെ 6 മാർക്കിന് ചോദിക്കുന്നുണ്ട്. Settlement of disputes, arbitration and award, provisions and procedures, execution and enforcement of awards, provisions and procedures, appeals, review and revision, powers, offenses, penalties, provisions and procedures, ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് 5 മാർക്കിന്. സോഴ്സസ് ഓഫ് ഫണ്ട്, സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ്സ്, പിന്നെ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, സബ്സിഡി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, ഗ്രാൻസ്, സബ്സിഡീസ്, ഓൺഡ് ഫണ്ട്സ്, ബോറോഡ് ഫണ്ട്, ഇതൊക്കെ 5 മാർക്കിന് ചോദിക്കുന്നുണ്ട്. ഇനി കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള, ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള, എവല്യൂഷൻ ഓഫ് കോപ്പറേറ്റ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ, ദ 1904 ആക്ട് ഓഫ് 1912, ട്രാൻസ്ഫർ ഓഫ് കോപ്പറേഷൻ ആൻഡ് as provincial subject by 1950 and National Development Council Resolution 1956, the Model Cooperative Societies Bill 1957, the Model Cooperative Societies Bill 1991 by Planning Commission, trend towards parallel cooperative laws, Andhra Pradesh Municipal Mutually Aided Cooperative Societies Act 1995, പിന്നെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 ആൻഡ് ഇറ്റ്സ് റീപ്ലേസ്മെന്റ് ഇൻ 2002, എവല്യൂഷൻസ് ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള ആൻഡ് എനാക്ട്മെന്റ് ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. ഇതൊക്കെ കൂടെ 6 മാർക്കിന് ചോദിക്കുന്നുണ്ട്. പിന്നെ ബാങ്കിങ് 40 മാർക്കിനുണ്ട്. അതിൽ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഒറിജിൻ ഓഫ് ബാങ്ക്, ഒറിജിൻ ഓഫ് ദ വേർഡ് ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റം, യൂണിറ്റ് ബാങ്കിങ്, ബ്രാഞ്ച് ബാങ്കിങ്, കറസ്പോണ്ടന്റ് ബാങ്കിങ്, ഗ്രൂപ്പ് ബാങ്കിങ്, ഹോൾഡിംഗ് കമ്പനി ബാങ്കിങ്, ചെയിൻ ബാങ്കിങ്, ഈ ക്വസ്റ്റിനൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. പിന്നെ മിക്സഡ് ബാങ്കിങ്, ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, പിന്നെ പ്രൈമറി ഫങ്ഷൻസ്, അക്സെപ്റ്റിംഗ് ഓഫ് ഡെപ്പോസിറ്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്സ്, സേവിംഗ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾ, പിന്നെ ബേസിക് സേവിങ്സ് ഡെപ്പോസിറ്റ്, BSBD അക്കൗണ്ടിൽ പോയി ചോദിക്കുന്നുണ്ട്. ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടാണ് BSBD അക്കൗണ്ട്. പിന്നെ കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്, കാസ, ഇതിനെ പറ്റി ചോദിക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്, ലെൻഡിങ് ഓഫ് ഫണ്ട്സ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ്, ഡയറക്റ്റ് ലോൺസ്, ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്, ആൻസിലിയറി സർവീസസ്, സബ്സിഡിയറി ഫങ്ഷൻസ്, ഏജൻസി സർവീസസ്, ജനറൽ യൂട്ടിലിറ്റി സർവീസസ്, പ്രിൻസിപ്പിൾസ് ഓഫ് commercial banking, principles of lending, credit creation by commercial banks, primary deposits and derived deposits, technique of credit creation, credit contraction, limitations of credit creation. ഇതിനെക്കുറിച്ച് 4 മാർക്കാണ് ചോദിക്കുക. ഇനി സെൻട്രൽ ബാങ്കിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. നമ്മൾ RBI കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇഷ്യൂസ് ഓഫ് കറൻസി, പ്രിൻസിപ്പിൾസ് ആൻഡ് സിസ്റ്റംസ് ഓഫ് നോട്ട് ഇഷ്യൂ, RBI circular currency authority, RBI's banker, agent, advisor and debt manager to government, RBI's financial assistance to central and state governments, ways and means advance, overdraft, central bankers bank, regulation and supervision of banks by RBI, Reserve Bank as custodian of foreign exchange reserves of the country, developmental role of RBI, instruments of monetary policy, quantitative techniques of credit control, bank rate policy, operations and limitations of bank rate policy, open market operations, objectives, methods of operation by RBI, limitations of OMO, പിന്നെ വേരിയബിൾ റിസർവ് റിക്വയർമെൻറ്റ്, ക്യാഷ് റിസർവ് റേഷ്യോ, പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ, റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്, വേരിയേഷൻ ഓഫ് മാർജിൻ റിക്വയർമെൻറ്റ്സ്,
മോറൽ സുവേഷൻ, റേഷനിങ് ഓഫ് ക്രെഡിറ്റ്, ഇതിനൊക്കെ കൂടെ 4 മാർക്ക് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നത് പ്രീ ലിബറലൈസേഷൻ പീരീഡിനെ കുറിച്ചുണ്ട് കേട്ടോ. ഫോർമേഷൻ ഓഫ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഒറിജിൻ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റ്സ്, മെർജിംഗ് ഓഫ് അസോസിയേറ്റ് ബാങ്ക്സ് വിത്ത് SBI, സോഷ്യൽ കൺട്രോൾ ഓവർ ബാങ്ക്സ്, circumstances lending to social control, aims and objectives of National Credit Council, nationalization of commercial banks, lead bank scheme, objectives, functions of lead banks, district credit plan, concept of service area approach, different rate of interest scheme, features of scheme, regional rural banks, objectives, capital structure and management, problems and progress of RRBs, merging of RRBs. ഇത് 4 മാർക്ക് ചോദിക്കുന്നുണ്ട്. ഇനി ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിനെ കുറിച്ച് പോസ്റ്റ് ലിബറലൈസേഷൻ. അത് പോസ്റ്റ് ലിബറലൈസേഷൻ ബാങ്കിങ് ഇൻ ഇന്ത്യ, മേജർ റെക്കമെൻഡേഷൻസ് ഓഫ് നരസിംഹം കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ സിസ്റ്റം, നരസിംഹം കമ്മിറ്റി ഓൺ ബാങ്കിങ് സെക്ടർ റിഫോംസ്, എൻട്രി ഓഫ് ന്യൂ ജനറേഷൻ ബാങ്കുകൾ, പിന്നെ മെർജേഴ്സ്, അക്വിസിഷൻസ്, ബാങ്ക് സെക്ടറിലുള്ള കാര്യങ്ങൾ, പിന്നെ ലോക്കൽ ഏരിയ ബാങ്കിനെ കുറിച്ച് ചെയ്യുന്നത്, ഫീച്ചേഴ്സ്, ഡിഫറൻഷിയേറ്റഡ് ബാങ്ക്സ്, പേയ്മെൻറ്റ് ബാങ്ക്സ്, സ്മോൾ ഫിനാൻസ് ബാങ്ക്, പെർമിറ്റഡ് ബിസിനസ്സുകൾ എന്താണെന്നുള്ളതും, ഫിനാൻഷ്യൽ ഇൻക്ലൂഷനും, കൺസെപ്റ്റ് RBIയുടേതും നബാർഡിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതും 4 മാർക്കിനാണ് ചോദിക്കുന്നത്. ഇനി ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 വിത്ത് ലേറ്റസ്റ്റ് അമെൻമെൻറ്റ്സ് അത് ചോദിക്കുന്നുണ്ട്. പിന്നെ ഒബ്ജക്റ്റീവ്സ്, ഡെഫിനേഷൻ ഓഫ് ബാങ്കിങ് കമ്പനി, അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്, ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ്, പിന്നെ പെർമിറ്റഡ് ആൻഡ് പ്രൊഹിബിറ്റഡ് ബിസിനസ് ഓഫ് എ ബാങ്കിങ് കമ്പനി, റെഗുലേഷൻ ഓഫ് വോട്ടിംഗ് റൈറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, റെസ്ട്രിക്ഷൻ ആസ് ടു പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്, റിസർവ് ഫണ്ട്, ലൈസൻസിങ് ഓഫ് ബാങ്കിങ് കമ്പനി, പിന്നെ പവർ ഓഫ് ഇൻസ്പെക്ഷൻ, ഓഡിറ്റ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്, അക്വിസിഷൻ ഓഫ് ബാങ്കിങ് കമ്പനീസ്, അമാൽഗമേഷൻ ഓഫ് ബാങ്കിങ് കമ്പനീസ്, വൈൻഡിങ് അപ്പ് ഓഫ് ബാങ്കിങ് കമ്പനി. ഇതെല്ലാം 4 മാർക്ക് ചോദിക്കുന്നുണ്ട്. ഇനി പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ്, ബാങ്കർ ആൻഡ് കസ്റ്റമർ, ജനറൽ ആൻഡ് സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബാങ്കർ ആൻഡ് കസ്റ്റമർ, ഒബ്ലിഗേഷൻ ഓഫ് ബാങ്കർ, ഓണറിങ് ഓഫ് ചെക്സ്, മെയിൻറ്റെയിനിങ് സീക്രസി ഓഫ് കസ്റ്റമേഴ്സ്, അക്കൗണ്ട്സ്, ഗാർണിഷി ഓർഡർ, consequence of wrongful disorder of checks, stop payment of checks, rights of banker, right of general lien, right of set of bankers, right of appropriation, Clayton's rule, പിന്നെ ബാങ്കിങ് ഓംബുഡ്സ്മാൻ, ഒബ്ജക്റ്റീവ് നേച്ചർ ഓഫ് കംപ്ലൈൻറ്റ്സ് ഡെൽറ്റ് ബൈ ഓംബുഡ്സ്മാന്, ഒബ്ജക്റ്റീവ്സും നേച്ചർ ഓഫ് കംപ്ലൈൻറ്റ്സ് ഡെൽറ്റ് ബൈ ഓംബുഡ്സ്മാനും, പിന്നെ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്, അതിൽ ഓപ്പറേഷൻ ആൻഡ് ക്ലോസിങ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബാങ്ക് കസ്റ്റമർ accounts of non-resident Indians, joint accounts, accounts of partnership firms, joint stock companies, clubs and association. ഇതിന് 4 മാർക്കാണ് വരിക. ഇനി ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്, അത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നെഗോഷ്യബിലിറ്റി, ടൈപ്സ് ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട് ആൻഡ് ചെക്ക്, ബാങ്ക് ഡ്രാഫ്റ്റ്, പേ ഓർഡേഴ്സ്, എൻഡോഴ്സ്മെന്റ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്, ലീഗൽ സിഗ്നിഫിക്കൻസ്, പിന്നെ കൈൻഡ്സ് ഓഫ് എൻഡോഴ്സ്മെന്റ്, പിന്നെ ക്രോസിംഗ് ഓഫ് ചെക്സ്, സിഗ്നിഫിക്കൻസ് ഓഫ് ക്രോസിങ്, ടൈപ്സ് ഓഫ് ക്രോസിങ്, മാർക്കിംഗ് ഓഫ് ചെക്സ്, ഇനി കളക്ടിംഗ് ബാങ്കറിന് ഉള്ള ലീഗൽ സ്റ്റാറ്റസ്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ഡ്യൂട്ടീസ്, പേയിങ് ബാങ്കർ, ഡിസോർഡർ ഓഫ് ചെക്സ്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ, പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ്, ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, പിന്നെ മോഡ്സ് ഓഫ് ചാർജിങ് സെക്യൂരിറ്റീസ്, ലീന്, പ്ലെഡ്ജ്, ഹൈപ്പോത്തിഫിക്കേഷൻ, മോർഗേജ്, പിന്നെ കൈൻഡ്സ് ഓഫ് മോർഗേജ്, ഗ്യാരണ്ടി ആൻഡ് ഇൻഡെംനിറ്റി, റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഗ്യാരണ്ടർ. ഇത്രയും കൂടെ നമുക്ക് 4 മാർക്കിനാണ് ചോദിക്കുക. ഇനി അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്സ്, ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ ക്രെഡിറ്റ്, ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം, ക്രോപ്പ് ലോണ്, കിസാൻ ക്രെഡിറ്റ് കാർഡ്, KCC, പിന്നെ അതിൻ്റെ സ്കീം, ഒബ്ജക്റ്റീവ്, പർപ്പസ്, എലിജിബിലിറ്റി, ഫീച്ചേഴ്സ്, പിന്നെ ലെൻഡിങ് ടു പ്രയോറിറ്റി സെക്ടേഴ്സ്, കാറ്റഗറീസ്, ടാർഗറ്റ് ആൻഡ് സബ് ടാർഗറ്റ്സ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്, ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് ആൻഡ് സൂപ്പർവൈസർ റോൾ എന്താണെന്നുള്ളത്, പിന്നെ മൈക്രോ ഫിനാൻസ്, കൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ്, ലിങ്കിങ് ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആൻഡ് ബാങ്ക്സ്. ഇതിന് 4 മാർക്ക്. ഇനി എൻ്റെ ബാങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റുകൾ ചോദിക്കുന്നുണ്ട്.
അതിൽ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം ഓഫ് RBI, കൺസെപ്റ്റ് ഓഫ് ഇലക്ട്രോണിക് ബാങ്കിങ്, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ്, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ നെഫ്റ്റ്, ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്, ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ ATM കുറിച്ച്, പിന്നെ അതിൻ്റെ കാർഡ്, ഡെബിറ്റ് കാർഡുകൾ, ക്രെഡിറ്റ് കാർഡ്, റുപ്പേ കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, ഡിജിറ്റൽ ബാങ്കിങ്, ഡിജിറ്റൽ സിഗ്നേച്ചർ, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്, ഡിജിറ്റൽ വാലറ്റ്, ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ, ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം, ക്യാഷ്ലെസ് പേയ്മെൻറ്റ് സിസ്റ്റം, ക്യാഷ്ലെസ് എക്കോണമി, ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് സിസ്റ്റം, പിന്നെ സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ സ്വിഫ്റ്റ്. അതിന് 4 മാർക്ക് ചോദിക്കുന്നുണ്ട്. പിന്നെ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ്, ക്രെഡിറ്റ് റേറ്റിംഗ് ഓഫ് ബാങ്ക്സ്, ക്യാമൽസ് റേറ്റിംഗ്, ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ, ടയർ 1 ആൻഡ് ടയർ 2 ക്യാപിറ്റൽ, പിന്നെ റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ്, ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ, നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഓഫ് ബാങ്ക്, ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്, സബ്സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുൾ ആൻഡ് ലോസ് അസറ്റ്സ്, പ്രൊവിഷനിങ് ഓഫ് ഓർ NPAs, concept of securitization, reconstruction and security interest enforcement under SARFAESI Act 2002. പിന്നെ പ്രധാൻ മന്ത്രി സോഷ്യൽ സെക്യൂരിറ്റി സ്കീം implemented through banks, rules for പ്രധാൻ മന്ത്രി സുരക്ഷാ ബീമ യോജന PMSBY, പ്രധാൻ മന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന PMJJBY, പിന്നെ അടൽ പെൻഷൻ യോജന. ഇതിനെ കൂടെ 4 മാർക്ക്. പിന്നെ ഈ IT സൈബർ ലോയിൽ ഈ ചോദിക്കുന്ന ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് ഒക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് സിലബസിൽ. പക്ഷേ ഇപ്രാവശ്യം പരീക്ഷ വന്നതിൽ ഇതൊന്നും കണ്ടോ ഞാൻ എൻ്റെ ഓർമ്മയില്ല. എല്ലാം ലാംഗ്വേജ്, പ്രോഗ്രാമിങ് അങ്ങനെ കുറേ കാര്യങ്ങളാണ് ചോദിച്ചു വയ്ക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വായിച്ച് നോക്കാം. കമ്പ്യൂട്ടർ പക്ഷേ ഇത് മാത്രം ആയിരിക്കില്ല എന്നുള്ളതാണ്. കാരണം ഈ സോഫ്റ്റ്വെയറും സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ലെവൽ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടായിരുന്നു. ഞാൻ മെയിനായിട്ട് കണ്ടത് അതാണ്. ഇത് IT സൈബർ ലെവലൊന്നും ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിനനുസരിച്ചുള്ള ക്ലാസ് നമുക്ക് ചെയ്യാം. അപ്പോൾ വേറെ എന്തെങ്കിലും അഡീഷണൽ ടോപ്പിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേ. താങ്ക് യു. ചാനൽ ആദ്യം കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്തേക്കേ.